നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എടി, ഉമ്മാക്ക് തീരെ വയ്യ, അസുഖം കൂടിയിരിക്കുകയാണ്, നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാമോ? അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫർസാനയെ അഫാൻ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിച്ചത്. ഇതിനുശേഷം എല്ലാവരെയും കൊലപ്പെടുത്തി തിരികെ എത്തിയ അഫാൻ ഫർസാനയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നും നമ്മൾ ഇനി എങ്ങനെ ജീവിക്കാനാണ് എന്ന് ഫർസാന ചോദിക്കുന്നതിന് മുൻപ് തന്നെ, ആ ചോദ്യം മുഴുമിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഫർസാനയുടെ മുഖത്തും തലയിലും അടിക്കുകയായിരുന്നു അഫാൻ. പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്, അതും ഉമ്മയുടെ പേരിലുള്ള ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് അഫാൻ തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഉമ്മയ്ക്ക് വയ്യ എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാം ഇട്ടെറിഞ്ഞ് അവൾ അവിടേക്ക് ഓടിയെത്തിയത്. ആ പെൺകുട്ടിയോടും കൊടിയ ചതിയാണ് അഫാൻ കാണിച്ചിരിക്കുന്നത്. അഫാൻ തന്നെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. ക്യാൻസർ രോഗിയായ അമ്മ ഷെമിക്ക് അസുഖം കൂടുതലാണെന്ന് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് അഫാൻ. അങ്ങനെ പലതവണ ഫർസാന ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും ഉണ്ടായി എന്ന് കരുതിയാണ് ആ പെൺകുട്ടി അവിടെ എത്തുന്നത്. എന്നാൽ തന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്നേഹത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നടന്ന് കാവറ റോഡിലെത്തിയ ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന് അഫാൻ വീട്ടിലെത്തിക്കുകയായിരുന്നു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. തുടർന്ന് മതിലിനുയരം കുറഞ്ഞ ഭാഗത്ത് ഇഷ്ടിക അടുക്കി വെച്ച് അതിൽ ചവിട്ടി ഇരുവരും മതിൽ ചാടി കടക്കുകയായിരുന്നു. പണയം വെക്കാൻ നൽകിയ സ്വർണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കിയ ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നുവെന്ന് അഫാൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെ സഹായിക്കാൻ ഫർസാന സ്വർണമാല നൽകിയിരുന്നു. എന്നാൽ ഫർസാനയുടെ വീട്ടുകാർ ഇതറിഞ്ഞതോടെ ആകെ പ്രശ്നമായി. മാല തിരികെ ചോദിച്ച് ഫർസാന തൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. ഇതിനെ തുടർന്ന് തൻ്റെ പിതാവിൻ്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. അതുവഴി ലഭിച്ച പണം ഉപയോഗിച്ച് മാല എടുത്തു കൊടുത്തെങ്കിലും ഫർസാനയോടുള്ള വൈരാഗ്യത്തിന് ഇതും കാരണമായി. ദുരിതാവസ്ഥയിൽ തന്നെ വീർപ്പ് മുട്ടിച്ചെന്ന ചിന്തയാണ് ഫർസാനയോടുണ്ടായിരുന്നത് എന്ന് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഉമ്മ ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷോൾ ഉപയോഗിച്ച് ഉമ്മയെ ഭിത്തിയിൽ തലക്കിടിച്ച് കൊലപ്പെടുത്താനാണ് അഫാൻ ആദ്യം ശ്രമിച്ചത്. രക്തം വാർന്ന നിലയിൽ അമ്മയെ മുറിയിലിട്ട ശേഷം ഇയാൾ മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഫർസാനയെ എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യം ഫർസാനയുടെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട്. തൻ്റെ മകൾ ഒരു പാവമായിരുന്നില്ലേ? അവൾ പലപ്പോഴും അഫാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പണം കടം കൊടുക്കുകയും മാലയും സ്വർണവുമൊക്കെ പണയം വയ്ക്കാനും കൊടുത്തിരുന്നു. അവന് വലിയ കടങ്ങളുണ്ടെന്നും മുൻപോട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് പലതവണ വീട്ടുകാർ ചോദിച്ചിട്ടും ഫർസാന ആ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവനെ അത്രയ്ക്കിഷ്ടമായിരുന്നു ഫർസാനയ്ക്ക്. ആ ഒരു പെൺകുട്ടിയെയാണ് കള്ളം പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അഫാൻ കൊലപ്പെടുത്തിയത്. നേരത്തെ തനിക്ക് ഫർസാനയോട് കടുത്ത പ്രണയമായിരുന്നുവെന്നും അവൾ ഒറ്റപ്പെടുമെന്ന കാരണത്താലാണ് കൊല നടത്തിയതെന്നുമായിരുന്നു അഫാന്റെ മൊഴി. താൻ 4 പേരെ കൊന്ന വിവരം ഫർസാനയെ അറിയിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യത്തെ ആ മൊഴി ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഫർസാനയെ കൊന്നതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ അഫാൻ പറഞ്ഞിരിക്കുന്നത്. പ്രണയം മൂത്തിട്ടല്ല, അവൾ തനിയെ ജീവിക്കണം എന്നോർത്തിട്ടൊന്നുമല്ല. അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പലതവണ സഹായിച്ചിട്ടും മാല കൊടുത്ത് സഹായിച്ചത് വീട്ടുകാർ അറിഞ്ഞതോടെ ആ പെൺകുട്ടിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ആ പെൺകുട്ടി മാല തിരികെ എടുത്തു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതവനിൽ പകയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പക മാത്രമാണ് ഇവരോടെല്ലാവരോടും അഫാൻ ഉണ്ടായിരുന്നത്. അല്ലാതെ ഞാനില്ലാത്ത ലോകത്ത് അവർക്കാർക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ന്യായം ഇപ്പോൾ അത് പോലീസ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അഫാനിൽ നിന്ന് പലതും ചൂഴ്ന്നെടുക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഫർസാനയുടെ മാല എടുത്തു കൊടുക്കാൻ വാപ്പയുടെ കാറ് പണയം വെച്ച കാര്യം അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ റഹീം ഈ വിഷയത്തിൽ മുൻപ് പ്രതികരിച്ചിരുന്നത് ഇങ്ങനെയാണ്: കാമുകിയുടെ മാല പണയം വെച്ചുവെന്നും അത് തിരികെ എടുത്തു കൊടുക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടത് അഫാൻ എന്നോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി മാല എടുക്കാനായിട്ട് താൻ ഗൾഫിൽ നിന്ന് പണം അയച്ചു കൊടുത്തിരുന്നുവെന്നും മാല എടുത്തു കൊടുത്തു എന്നുമാണ് അഫാൻ പറഞ്ഞതെന്ന് റഹീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിമുടി കള്ളത്തരങ്ങൾ മാത്രമാണ് അഫാൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്.
കൊലപാതകത്തിനിടയിൽ മറ്റാരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ അവരെ ആക്രമിക്കാനായി തൊട്ടടുത്ത കടയിൽ നിന്ന് മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു. പേരുമലയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് അഫാൻ ഇക്കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. വലിയ ക്രൂരതയാണ് ഈ ചെറുപ്പക്കാരൻ സ്വന്തം കാമുകിയോട് പോലും കാണിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടി അത്രത്തോളം അവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോഴും വീട്ടുകാർ അറിഞ്ഞാൽ എതിർക്കും എന്നറിയാവുന്നതുകൊണ്ടും അതാരോടും പറയാതെ ആ പെൺകുട്ടി അവനോടൊപ്പം ആ വീട്ടിലേക്ക് എത്തിയത്. ഇതിനു മുൻപും ഉമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വയ്യാതെ വന്നപ്പോഴൊക്കെ ഫർസാന ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കരുതിയാണ് ആ പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.